ചെമ്പനീർ പൂവിന്റെ ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെൻഷൻ തടഞ്ഞു വെച്ചതിന് വർഷയുടെ അച്ഛനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് രവീന്ദ്രൻ. കേസിന്റെ വിധി പറയുന്ന ദിവസം സച്ചിയും കൂട്ടിക്കൊണ്ടാണ് രവീന്ദ്രൻ കോടതിയിലേക്ക് പോകുന്നത്. രവീന്ദ്രൻ ഇത്രയും വർഷം സർക്കാരിന് വേണ്ടി ജോലി ചെയ്തു, അദ്ദേഹത്തിന്റെ പെൻഷൻ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷയുടെ അച്ഛനെ ചോദ്യം ചെയ്യുന്നുണ്ട് ജഡ്ജി. നിങ്ങളുടെ കയ്യിലെ കാശൊന്നും അല്ലല്ലോ കൊടുക്കുന്നത് എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ആ പറഞ്ഞത് കറക്റ്റ്, ജഡ്ജിക്ക് വിവരമുണ്ട് എന്ന് സച്ചി അവിടെ ഇരുന്ന് പറയുമ്പോൾ സച്ചിയോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് രവീന്ദ്രൻ. ഇത്രയും നാൾ രവീന്ദ്രന്റെ പെൻഷൻ തടഞ്ഞു വെച്ചതിന് വർഷയുടെ അച്ഛന് നല്ല താക്കീത് കൊടുക്കുന്നുണ്ട് ജഡ്ജി. കൂടാതെ 1 ലക്ഷം രൂപ രവീന്ദ്രൻ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനും കോടതി ഉത്തരവിടുന്നുണ്ട് കേട്ടോ. അതും കൂടിയാവുമ്പോൾ സച്ചിയോടും രവീന്ദ്രനോടുമുള്ള വർഷയുടെ അച്ഛന്റെ ദേഷ്യം 10 മടങ്ങ് വർദ്ധിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കേസിൽ ജയിച്ച അച്ഛനെ പൂമാലയൊക്കെ അണിയിച്ചുകൊണ്ടാണ് സച്ചി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. വീട്ടിലേക്ക് കയറാൻ തുടങ്ങുന്ന രവീന്ദ്രനെ തടഞ്ഞുകൊണ്ട് രേവതിയോട് ആരതിത്തട്ട് എടുത്തുകൊണ്ടുവരാൻ പറയുന്നുണ്ട് സച്ചി. അപ്പൊ എന്തിനാ സച്ചി ഇതൊക്കെ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛനൊന്നും മിണ്ടാതിരിക്കുക, വലിയൊരു യുദ്ധത്തിൽ ജയിച്ചിട്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്, അപ്പോൾ ആരതിത്തട്ട് ഒഴിഞ്ഞു വേണം അകത്തേക്ക് കയറാൻ എന്ന് പറയുന്നുണ്ട് സച്ചി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രയ്ക്കും സുധിക്കും ശ്രുതിക്കും ഒന്നും കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ രേവതി അങ്ങനെ ആരതി തട്ട് കൊണ്ടുവന്ന് ആരതി ഒഴിഞ്ഞ് അച്ഛനെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. തുടർന്ന് കേസ് ജയിച്ചു അങ്കിൾ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതേ മോളെ, ഇത്രയും നാൾ തടഞ്ഞു വെച്ച പെൻഷൻ മാത്രമല്ല അതിന്റെ കൂടെ 1 ലക്ഷം രൂപ കൂടി തരണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നെല്ലാം രവീന്ദ്രൻ പറയുമ്പോൾ 1 ലക്ഷം രൂപ കൂടുതൽ കിട്ടുമോ എന്ന് ആവേശത്തോടു കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. ഈ കാര്യം അമ്മ ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ തന്നെ അച്ഛനെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുമായിരുന്നു എന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ട് കേട്ടോ സച്ചി. ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് അച്ഛന് പണം കിട്ടി എന്ന് പറയുന്നത് അത്ര നല്ലതിനല്ല, കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നത് പോലെ ആ പണം പറന്നു പോകും എന്നൊക്കെ സച്ചി പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചന്ദ്രയ്ക്ക്. അതിനാരിപ്പോൾ പണം ചോദിക്കുന്നു എന്ന് ചന്ദ്ര തിരിച്ചു ചോദിക്കുമ്പോൾ അതാണ്, നിങ്ങൾക്ക് ആർക്കും പണം ചോദിക്കുന്ന പതിവില്ലല്ലോ, ചോദിക്കാതെ എടുത്തുകൊണ്ട് പോകുന്നതല്ലേ പതിവ് എന്ന് സുധിയെ നോക്കി തന്നെ പറയുന്നുണ്ട് സച്ചി. തുടർന്ന് ഈ കിട്ടിയ പണം അച്ഛൻ അവകാശപ്പെട്ട പെൻഷൻ കാശാണ്, ഇതെങ്കിലും അച്ഛൻ സൂക്ഷിച്ചു വെക്കാൻ പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇനി മാസാമാസം അച്ഛൻ്റെ പെൻഷൻ കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി. അച്ഛൻ കേസിൽ ജയിച്ചു, മാസം അച്ഛൻ ഇനി പെൻഷൻ കിട്ടുമെന്നൊക്കെ സച്ചി രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് കേൾക്കുന്ന അച്ഛനെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ രേവതി. ഇതെല്ലാം എൻ്റെ ശ്രുതിമോള് വീട്ടിൽ കയറി വന്നതിൻ്റെ ഐശ്വര്യം ആണെന്നൊക്കെ ചന്ദ്ര അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ നല്ല രാശി കാരണമാണ് ഇത്രയും കാലം തടഞ്ഞു വെച്ചിരുന്ന പെൻഷൻ കാശ് കിട്ടാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് സുധിയോടായിട്ട് നിനക്ക് നല്ല രാശിയുള്ള പെണ്ണിനെ തന്നെയാണ് ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നത്, നിന്റെ ഭാഗ്യമാണ് ഇവളെ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ എങ്ങനെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. അച്ഛൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു, അത് കോടതിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ടാണ് അച്ഛൻ കേസിൽ ജയിച്ചത്. അല്ലാതെ ഇതിന്റെ പിന്നിൽ മേക്കപ്പ് ചെയ്യുന്നവരുടെ രാശി ഉണ്ടെന്നാണോ പറയുന്നത്, അതിൽ എന്ത് ന്യായമാണുള്ളത് എന്നൊക്കെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി ചന്ദ്രയ്ക്ക്. ഇത് കേട്ട് വല്ലാതാവുകയാണ് കേട്ടോ ശ്രുതി. തുടർന്ന് ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതൊക്കെ സത്യം, എൻ്റെ ശ്രുതിമോളുടെ രാശിയാണ് ഇതിനെല്ലാം കാരണം എന്ന് വീണ്ടും പറയുമ്പോൾ എങ്കിൽ അതേ രാശി വെച്ച് അച്ഛൻ്റെ 50 ലക്ഷം രൂപ കൂടി കിട്ടണമായിരുന്നു, അത് നടക്കുമോ എന്ന് സച്ചി തിരിച്ചു ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി പോകുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക്. തുടർന്ന് അച്ഛൻ്റെ ചിലവിന് മാത്രം എടുത്ത് ബാക്കി കാശ് സൂക്ഷിച്ചു വെക്കണം, 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിൽ പറ്റിയ അബദ്ധം അച്ഛൻ ഇനിയും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ സച്ചി ഓർമ്മിപ്പിക്കുമ്പോൾ അത് കൊണ്ട് നിൽക്കുന്ന ചന്ദ്രയാണെങ്കിൽ 50 ലക്ഷം രൂപയൊക്കെ എൻ്റെ മോൻ തിരിച്ചു തന്നോളൂ എന്ന് ചന്ദ്ര സുധിയെ ഉദ്ദേശിച്ച് പറയുന്നതും തരും ഇതുവരെ 1 രൂപ പോലും അവൻ തിരിച്ചു തന്നിട്ടില്ല എന്ന് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി. തുടർന്ന് ഇക്കാര്യം നമുക്ക് അച്ഛമ്മയെ വിളിച്ചു പറയണ്ടേ, ഇതറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമാകും എന്നൊക്കെ രേവതി പറയുമ്പോൾ മോള് പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛമ്മയെ വിളിക്കാൻ തുടങ്ങുന്ന രവീന്ദ്രനോട് അച്ഛമ്മയോട് എനിക്കും ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. അങ്ങനെ അച്ഛമ്മയെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം രവീന്ദ്രൻ പറയുന്നതും അത് കേട്ട് അച്ഛമ്മയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് രവീന്ദ്രനോട് ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞുകൊണ്ട് സച്ചി അച്ഛമ്മയോടായിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മയുടെ മകൻ കേസിൽ ജയിച്ചു, അത് നമുക്കൊന്ന് ആഘോഷിക്കേണ്ട അച്ഛമ്മ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എൻ്റെ മോന് ഇപ്പം എല്ലാം നല്ലത് തന്നെയാണ് നടക്കുന്നത്, അതെല്ലാം എൻ്റെ മോൾ രേവതി മോളുടെ രാശി കാരണമാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ചന്ദ്രയെ നോക്കുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത്. രേവതിയുടെ രാശി കാരണമാണ്
ഇതൊക്കെ നടക്കാൻ കാരണമെന്ന് അച്ഛമ്മ എന്താ പറയാൻ കാരണമെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതങ്ങനെയാ സച്ചി, എല്ലാ ചടങ്ങുകളും അതിൻ്റെ മുറ പോലെ നടന്നാൽ വീട്ടിൽ അതിൻ്റെ ഐശ്വര്യം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇപ്പം തന്നെ കണ്ടില്ലേ, രേവതിക്ക് താലി പിരിച്ചു കോർക്കൽ ചടങ്ങ് നടത്തിയതിന് ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതല്ലേ? നീയും രേവതി മോളും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ വരെ തുടങ്ങിയില്ലേ? എല്ലാം അച്ചമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ അച്ചമ്മ പറയുന്നത് കേട്ട് ശരിക്കും ചമ്മി പോകുന്നുണ്ട് കേട്ടോ സച്ചി. തുടർന്ന് സച്ചി വേഗം തന്നെ ലൗഡ് സ്പീക്കർ ഓഫാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുഞ്ഞിനെ കൂടി എനിക്ക് ലാളിക്കണം എന്നൊക്കെ അച്ചമ്മ പറയുമ്പോൾ, അങ്ങനെയൊന്നും പറയില്ല അച്ചമ്മേ, അല്ലെങ്കിൽ തന്നെ 4 കുഞ്ഞുങ്ങൾ പിറക്കുന്നത് സ്വപ്നം കണ്ട് കിളി പോയി നിൽക്കുകയാണ് ഞാൻ എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട്, എങ്കിൽ പിന്നെ അത് നല്ല ശകുനമാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മയും. തുടർന്ന് അച്ചമ്മയ്ക്ക് എത്ര നാൾ കഴിഞ്ഞാണ് എൻ്റെ അച്ഛൻ മകനായി ജനിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ നീ എന്തിനാണ് അറിയുന്നതെന്ന് അച്ചമ്മ തിരിച്ചു ചോദിക്കുന്നതും പറ അച്ചമ്മ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. തുടർന്ന് അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്കും നിന്റെ അച്ഛനും കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന് ശേഷമാണ് നിന്റെ അച്ഛൻ ഉണ്ടാകുന്നത്. ഒരുപാട് അമ്പലങ്ങളിലൊക്കെ പോയി നേർച്ചയും കാഴ്ചയും വഴിപാടും ഒക്കെ നടത്തിയിട്ടാണ് അവനുണ്ടായത്. എൻ്റെ കൂടെ നിന്ന് അവനെ കണ്ണു നിറച്ചൊന്ന് കാണാനുള്ള യോഗം പോലും എനിക്കുണ്ടായില്ല. നിന്റെ അമ്മ ചന്ദ്രയ്ക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, എൻ്റെ കയ്യിൽ നിന്നും അവനെ പിരിച്ചുകൊണ്ടു പോയില്ലേ അവിടെ നിന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. എനിക്കും നിന്റെ അമ്മയ്ക്കും നിന്റെ അച്ഛനും ആൺകുഞ്ഞുങ്ങളാണ്. നിനക്ക് രേവതിയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടണം എന്നൊക്കെ അച്ഛമ്മ എങ്ങനെ ആഗ്രഹം പറയുമ്പോൾ, പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കുടുംബത്തിന് നല്ലതല്ല അച്ഛമ്മേന്ന് എടുത്ത വഴിക്ക് പറയുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പോൾ നീ എന്താ സച്ചി പറയുന്നതെന്നൊക്കെ അച്ഛമ്മ വീണ്ടും ചോദിക്കുമ്പോൾ, അതേ അച്ഛമ്മേ, പെൺമക്കളെ കൊണ്ട് സമ്പാദിക്കാൻ പറ്റുമോ? ആൺമക്കളാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ സ്വന്തം വീട്ടിൽ തന്നെ കഴിയാം. പെൺമക്കളാണെങ്കിൽ അതാണോ, കുറേ കാലം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതല്ലേ? അതറിഞ്ഞതുകൊണ്ടാണ് ദൈവത്തിന് പോലും അറിയാം പെൺകുഞ്ഞുങ്ങളെ പിരിക്കേണ്ടി വരും എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അച്ചമ്മയോടായിട്ട്. അതുകൊണ്ടാണ് അവരുടെ ജീവിതം ദൈവം പോലും പിരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് സച്ചിയുടെ വാക്കുകൾ കേട്ട് ശ്രുതിക്കും രേവതിക്കും ഒരുപോലെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ പണ്ടുള്ളവർ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കഥകളല്ലേ. ഇന്നത്തെ കാലത്ത് പെൺപിള്ളേരുണ്ടാകുന്നതാണ് കുടുംബത്തിന് ഐശ്വര്യം. നീ എത്രയും പെട്ടെന്ന് അച്ചമ്മയ്ക്ക് ലാളിക്കാൻ ഒരു പെൺകുഞ്ഞിനെ തരണം എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പം തന്നെ ഞാൻ ആകെ കടം കയറി മുടിഞ്ഞു നിൽക്കുക അച്ചമ്മ. ഈ സമയത്ത് കുട്ടിയും വട്ടിയും ഒന്നും നടക്കില്ല. അച്ചമ്മയ്ക്ക് വേറെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നെല്ലാം സച്ചി ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ഒരു ചെറിയ പരിഭവത്തോടെ റൂമിലേക്ക് കയറി പോവുകയാണ് കേട്ടോ രേവതി. ഇതേ സമയം നീ എന്തൊക്കെയാണ് സച്ചി പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ സച്ചിയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാണ്. തുടർന്ന് അവൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ രവീന്ദ്രൻ. തുടർന്ന് നീ എന്തൊക്കെയാണ് അമ്മയോട് പറഞ്ഞത്? നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലാതായി പോയോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ, സത്യം പറഞ്ഞതിന് അച്ഛൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ച് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ സച്ചിയും. അങ്ങനെ റൂമിലെത്തുന്നതും രേവതി ആണെങ്കിൽ ദേഷ്യത്തോടെ ബെഡിലിരിക്കുന്നത് കണ്ട്, എന്തു പറ്റി നിനക്ക്, ഒന്നും മിണ്ടാത്ത എന്ന് സച്ചി ചോദിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞത് കേട്ട് മനസ്സ് വല്ലാതെ നിറഞ്ഞു. ഇനി ഞാൻ എന്ത് മിണ്ടാനാന്ന് രേവതി തിരിച്ചു പറയുമ്പോൾ, അതിന് ഞാൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. രേവതി ആണെങ്കിൽ വീണ്ടും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കാണുമ്പോൾ, രേവതി ഞാൻ നിന്നോടാണ് ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതി ഇങ്ങനെ തൊടാനായിട്ട് തുടങ്ങുന്നതും, എന്നെ തൊടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈ തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ രേവതി. സച്ചി ആണെങ്കിൽ നീ എന്താ കാര്യം തുറന്നു പറ രേവതി എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, നിങ്ങളല്ലേ പറഞ്ഞത് കടത്തിന് മേൽ കടമാണ്, ഇപ്പൊ കുഞ്ഞു പറഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ. ഇപ്പോൾ ഒരു കുഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അച്ചമ്മയോട് പറഞ്ഞതൊക്കെ ഓർത്തിട്ടാണോ നീ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോടായിട്ട്. നിനക്ക് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ രേവതി, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്, നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട എന്നൊക്കെ സച്ചി രേവതിയോടായിട്ട് പറയുന്നുണ്ടെങ്കിലും രേവതിയുടെ പരിഭവം മാറുന്നില്ല കേട്ടോ, പിണക്കം മാറുന്നില്ല. തുടർന്ന് ഇങ്ങനെ നീ മുഖം വെറുപ്പിച്ചിരുന്ന നിനക്ക് ഒട്ടും ചേരുന്നില്ലേ രേവതി എന്ന് പറയുമ്പോൾ, പെൺകുട്ടികളെ ദൈവം പോലും പിരിച്ചു വെച്ചിരിക്കുകയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞില്ലേ, ഞാനൊരു പെണ്ണല്ലേ, എന്നെ കൂടി ചേർത്തല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ രേവതി വീണ്ടും പരിഭവം പറയുമ്പോൾ, ഞാൻ പൊതുവായി അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണെന്ന് വീണ്ടും ന്യായം പറയുന്നുണ്ട് കേട്ടോ സച്ചി. അങ്ങനെ ഒരാൾ എന്തിനാ ഒരു പെണ്ണായി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്നും എണീപ്പിച്ചു വിടുന്നുണ്ട് കേട്ടോ രേവതി. എന്തിനാ എൻ്റെ റൂമിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിച്ചു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ റൂമോ? അല്ലല്ല, നമ്മുടെ റൂമെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയോടായിട്ട്. നിങ്ങളുടെ റൂമിൽ ഒരു പെണ്ണായി ഞാനില്ലേ, പെണ്ണായി നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകാനൊക്കെ രേവതി വീണ്ടും പറയുമ്പോൾ
ഇഷ്ടമല്ല എന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ചെയ്യുന്നത്. തുടർന്ന് ആര് പറഞ്ഞു പെൺമക്കളായാലും സമ്പാദിക്കാൻ പറ്റില്ല എന്ന്? എൻ്റെ വീടിന് വേണ്ടി ഞാൻ സമ്പാദിക്കുന്നില്ലേ? നിങ്ങൾ പറഞ്ഞ് കേട്ടാൽ തോന്നും 100 പെണ്ണുങ്ങളെ പരിചയമുള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെ രേവതി പറയുമ്പോൾ, എന്തിനാ 100 പെണ്ണുങ്ങളെ പരിചയപ്പെടുന്നത്? എല്ലാത്തിനും നീ ഒറ്റ ഒരുത്തി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ ആ പിണക്കം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ സച്ചി. പക്ഷേ രേവതിക്കും ചിരി വരുന്നുണ്ടെങ്കിലും രേവതിയാണെങ്കിലും അത് അടക്കി പിടിച്ച് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് രേവതിയുടെ പുറകെ വന്ന് സച്ചി കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുമ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങനെ പിണങ്ങി നിന്നാൽ ശരിയാവില്ല, നമുക്ക് ഉറങ്ങണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയുടെ കൈ എടുത്ത് മാറ്റിക്കൊണ്ട് തന്നെത്താൻ തന്നെ ഉറങ്ങിയാൽ മതി എന്നൊരു ചെറിയൊരു പരിഭവത്തോടു കൂടി തന്നെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ രേവതി. എപ്പോഴും പണത്തെയും കടത്തെയും കുറിച്ച് സംസാരിക്കുന്നത്, എൻ്റെ കൂടെ കിടക്കണ്ട എന്നൊക്കെ രേവതി വീണ്ടും പറയുമ്പോൾ, എങ്കിൽ ശരി ഞാൻ അപ്പുറത്തേക്ക് മാറിക്കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി മാറിക്കിടക്കാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മാറിക്കിടന്നിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ് സച്ചി. ഇത് കണ്ട് രേവതിക്കാണെങ്കിൽ ചിരി പൊട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കണ്ണിൽ നോക്കി അങ്ങനെ പരസ്പരം നോക്കി കിടക്കുകയാണ്. തുടർന്ന് തോൽവി സമ്മതിച്ചുകൊണ്ട് ഞാൻ അവിടെ കിടക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും രേവതി വേണ്ട എന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സച്ചി തൻ്റെ തലേണ്ണ എടുത്ത് രേവതിയെ അടിക്കുന്നതും രേവതിയും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തലയിണ കൊണ്ട് ഒരു ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരു തലയിണ ഫൈറ്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഒടുവിൽ തളർന്നു പോകുന്ന രേവതിയെ അവൾ അറിയാതെ ഉമ്മ വയ്ക്കുന്നുണ്ട് കേട്ടോ സച്ചി. തന്നെ നോക്കി നിൽക്കുന്ന രേവതിയെ പെട്ടെന്ന് തന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സച്ചി. തുടർന്ന് ഒരു പുതപ്പ് എടുത്തുകൊണ്ട് രേവതിയും തന്നെയും ഒരുമിച്ച് മൂടി അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിയാണ്. അങ്ങനെ രേവതിയുടെ കൂടെ കിടക്കുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത്. അങ്ങനെ ചെമ്പനീർ പൂവിൻ്റെ വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്